ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. ഞാൻ സുധ. എല്ലാവരും ഓണസദ്യയൊക്കെ റെഡിയാക്കാനുള്ള തത്രപ്പാടിലായിരിക്കുമല്ലേ. ഓണസദ്യയിലെ വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണല്ലോ ഓലൻ. വളരെ എളുപ്പത്തിൽ ഓലൻ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പ്രഷർ കുക്കറിൽ പച്ചക്കറികൾ ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ ഈ കറിക്ക്. അധികം എരിവൊന്നുമില്ലാത്ത ഈ കറി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ സദ്യയിലെ വളരെ ടേസ്റ്റിയായ ഓലൻ റെഡിയാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ സദ്യയിലെ ഓലൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിവിടെ എടുത്തത്. കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പച്ചക്കായ ഇല്ലേ, അത് 3 എണ്ണമാണ് എടുത്തത്. പിന്നെ ഒരു കഷ്ണം ഇളവൻ കുമ്പളങ്ങ, പിന്നീട് കുറച്ച് നമ്മുടെ നാടൻ പയർ, 3 പച്ചമുളക്, പിന്നീട് കുറച്ച് കറിവേപ്പില, പിന്നീട് തേങ്ങയൊക്കെ ചിരണ്ടി അതിൻ്റെ പാലൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാം. തിരക്കിൻ്റെ ഇടയിൽ അതിനൊക്കെ ഒത്തിരി സമയം വേണ്ടേ. അപ്പോൾ മാഗീൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ മെത്തേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. 1 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക് എടുക്കാനുള്ള കണ്ടൻറ്റ് എന്താണെന്നൊക്കെ, എത്ര സ്പൂൺ എടുക്കണം എന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ നോക്കി നമ്മൾ 1 കപ്പ് പാല് എങ്ങനെ എടുക്കണമെന്ന് നോക്കിയിട്ട് ചെയ്യാം. അത് ആ സമയം പറയാം. അപ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 3 പച്ചക്കറികൾ, പച്ചക്കായും നമ്മുടെ നാടൻ പയറും കുമ്പളങ്ങയും കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യട്ടെ ഒന്ന്. അപ്പോൾ പച്ചക്കറികളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കുമ്പളങ്ങ ഇതുപോലെയാണ് കട്ട് ചെയ്തത്, ഇത്തിരി വീതിയായിട്ട് നേർപ്പിച്ചിട്ട്. പച്ചക്കായി റൗണ്ടായിട്ട് മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചു, അല്ലാന്നുണ്ടെങ്കിൽ കറുത്തു പോകും. പിന്നെ പയർ ഇത്രയും നീളത്തിലാണ് കട്ട് ചെയ്തത്. പച്ചമുളക്, ഇനി 3 പച്ചമുളക് അത് നെടുക കീറിയിടണം. അത് ഞാൻ കീറിയിട്ടിട്ടില്ല. അപ്പം നമുക്ക് ഈ 3 പച്ചക്കറികളും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പം ഞാനിവിടെ ഒരു ബൗള് എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ ആദ്യം കുമ്പളങ്ങ ചേർക്കട്ടെ. കുമ്പളങ്ങ ചേർത്തു. അതിന് ശേഷം ഇതിലേക്ക് പച്ചപ്പയർ ചേർക്കാം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കായി ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് കീറിയിടണം. പച്ചമുളക് നെടുക കീറിയിട്ട് ഇതിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുവാണ്. കറിവേപ്പിലയും കൂടെ ചേർത്തു. പിന്നീട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ പച്ചക്കറികളും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. നമ്മളിത് പ്രഷർ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. ഒറ്റൊരു വിസിൽ മാത്രം മതി പ്രഷർ കുക്കറിൽ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് പ്രഷർ കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ, ഉപ്പും ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി ഞാനിതൊരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് മാറ്റട്ടെ. അപ്പോൾ പച്ചക്കറികളെല്ലാം ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പും ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. കാരണം പച്ചക്കറികളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് വെന്തുകൊള്ളും. അപ്പോൾ ഒരു 1/4 കപ്പും ഒരു 2 ടീസ്പൂണും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിൻ്റെ അടപ്പിട്ടിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് സ്റ്റൗവിലോട്ടേക്ക് വെക്കാം. അപ്പോൾ പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെച്ചു. ഇനി ഒറ്റൊരു വിസിൽ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ആ വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്, കോക്കനട്ട് മിൽക്ക് പൗഡർ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കട്ടെ. അപ്പോൾ ഒരു പാത്രത്തിൽ 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ എടുത്തു കഴിഞ്ഞു. അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് റെഡിയായി കഴിഞ്ഞു. കട്ടയൊന്നും ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ആ പ്രഷർ പോവുകയേ വേണ്ടു. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
പ്രഷർ കുക്കറിൻ്റെ ആ വെയിറ്റ് പ്രഷർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ വളരെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കറക്റ്റ് കുക്കിംഗ് ആണ്. കൂടുതൽ ഓവർ കുക്കിംഗ് ആയിട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുവാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞു. ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്നിത് തിളക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വെക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് വേണം തോന്നുവാണേ. ഞാൻ ആദ്യം ഇട്ടതിനെക്കാട്ടി ഇത്തിരി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നതിന് ശേഷം മിക്സ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് തിളച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിക്കാവുക മാത്രമേ വേണ്ടൂ. കൂടുതൽ സമയം ഇനി കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് അവിടുന്ന് തിക്കാവട്ടെ. അപ്പം നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു. ഒരു തിള വന്നു. തിള വന്നിട്ട് ഇതിനി നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നല്ല പോലെ തിക്കാവും. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നീട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് സെർവ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പച്ച വെളിച്ചെണ്ണയുടെയും പച്ച കറിവേപ്പിലയുടെയും ഫ്ലേവർ കറിയിലോട്ടേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു വെക്കുന്നത്. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ ഓലൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഓലനൊക്കെ റെഡിയാക്കി എല്ലാവർക്കും വിളമ്പെന്ന് വിചാരിക്കുന്നു. തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ചെയ്തത്. ഇനി ഫ്രഷായ തേങ്ങാപ്പാൽ തന്നെ എടുത്ത് ചെയ്യണം എന്നുള്ളവർ 1 കപ്പ് ഫ്രഷായ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ. പ്രഷർ കുക്കറിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വേവായിരിക്കും. കൂടുതലും വേവില്ല, കുറവും ആവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നീടൊന്ന് എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.